പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്നൊരു കുഞ്ചൻനമ്പ്യാരുടെ കവിതയുണ്ട്. അത് പറയുന്ന പോലെയാണ് ഈ ട്രംപ് എന്ന നായയുടെ പല്ലിൻ്റെ ശൗര്യം പണ്ടത്തെ പോലൊന്നും ഇല്ല. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും പല്ലല്ലാതെ വെപ്പുമല്ലാണ്, ഇല്ലെങ്കിൽ വെറും മോണ മാത്രമാണെന്നാണ് ഇപ്പോൾ കാണുന്ന കാര്യം. ഈ ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ത്യയുടേതായ വഴി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്നാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഈ പറയുന്ന നിലപാടുകളിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സ്വതന്ത്രമായി ഇന്ത്യ നീങ്ങുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് മരുന്നുകൾ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾക്ക് തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അങ്ങ് പൊട്ടും എന്നാണ്. വല്ലതും നടക്കുമോ? ഒന്നും നടക്കാനുള്ള സാധ്യതയില്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണല്ലോ ഈ ട്രംപിനാകപ്പാടെ ഒരു പരവേശവും ആശയം എന്ന് പറയുന്നത്. വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിചിത്രമായ വാദങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡേറ്റാസ് ഉള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ തീരുവ ചുമത്തുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നതെന്ന് പറയുന്നത്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് കഴിഞ്ഞ ട്രംപിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അന്വേഷിച്ച് അവരെ എണ്ണിപ്പിറക്കി അന്വേഷിച്ചതാണ്. ഒരു ദിവസം ട്രംപ് 21 തവണ കള്ളം പറയുമെന്നാണ്. അതായത് മൊത്തം കള്ളങ്ങളുടെ എണ്ണം എടുത്തിട്ട് ശരാശരി എടുത്തപ്പോൾ ഒരു ദിവസം 21 തവണ ട്രംപ് കള്ളം പറയും. അതിപ്പം നമ്മൾ അവസ്ഥയിൽ നിന്ന് ഇപ്പം പുരോഗമിച്ചു, പറയുന്നത് മുഴുവൻ കള്ളമാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയില്ലാതെ. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വ്യാപാര കമ്മി എന്ന് പറയുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായ കണക്കുണ്ട്, ഞാൻ നോക്കുകയായിരുന്നു. അതായത് ഈ ഏറ്റവും കൂടുതൽ 2024 US കമ്മി ഏറ്റവും കൂടുതലുള്ളത് 270 ബില്യനാണ് ചൈനയുമായിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളത് 236 ബില്യനാണ്. മെക്സിക്കോയുമായിട്ടുള്ളത് 157 ബില്യനാണ്. വിയറ്റ്നാമുമായിട്ട് 113 ബില്യനാണ്. കാനഡയുമായിട്ട് 55 ബില്യനാണ്. ഇന്ത്യയുമായിട്ടുള്ളത് 41.5 ബില്യനാണ് ഈ വ്യാപാര കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി തമ്മിലുള്ള ഈ വ്യത്യാസമാണല്ലോ ഇത് കമ്മി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നിട്ട് ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വ്യാപാര കമ്മി നിലനിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കാണ് ഭയങ്കര ലാഭം, ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം. വ്യാപാരം അമേരിക്ക ഇന്ത്യയുമായിട്ടാണ് നടത്തുന്നത്, ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള കൂടുതൽ നടത്തുന്നത് ഇന്ത്യയാണ് അങ്ങോട്ട് നടത്തുന്നത്, അമേരിക്ക ചെറുത് നടത്തുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ കണക്കുകൾ വളരെ വ്യക്തമായിട്ട് മുമ്പിൽ ഇരിക്കെ പോലും അദ്ദേഹം ഈ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരുന്നുകൾക്കുള്ള 200% തീരുവയാക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കുന്നത്. ഇത് നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അറിയാം. ദീർഘകാലത്തേക്ക് നടപ്പാക്കാൻ കഴിയുകയില്ലെന്നുള്ളത്. ഇങ്ങനെ ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനും അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ട് കുറച്ച് കാലത്തേക്ക് നടപ്പാക്കുന്നതായി ഭാവിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായ നിലപാടുകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഒരു പുതിയ സഖ്യം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു, ഷാങ്ഹായ് ഉച്ചകോടിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സഖ്യം രൂപപ്പെട്ടതവിടെ നിൽക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ ലോകത്തിലെ ചൈനയായാലും ഇന്ത്യ ആയാലും നമ്മൾ ചൈനയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. വർഷങ്ങളായുള്ള നമ്മുടെ അതിർത്തി തർക്കമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ചൈനയെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതിന് ചൈന പോസിറ്റീവായി നമ്മളോട് പ്രതികരിക്കുന്നു. വർഷങ്ങളായി പാകിസ്ഥാൻ മാത്രം ആനുകൂല്യ ഭാവം പ്രകടിപ്പിച്ചെന്ന് ചൈന നമ്മളോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ സെമി കണ്ടക്ടർ രംഗത്ത് നമുക്ക് ഉണ്ടായ ഒരു വലിയ വിപ്ലവം എന്ന് പറയുന്നത് വിക്രം 32 എന്ന് പറയുന്ന ചിപ്സ് രൂപപ്പെടുത്തി എടുക്കുന്ന ആ ബിസിനസ് എന്ന് പറയുന്നത്. ലോകത്ത് ഇപ്പോൾ 60,000 കോടി ഡോളറിൻ്റെതാണ് മൊത്തത്തിൽ നടക്കുന്ന ഈ ബിസിനസ് എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് അത് ഒരു 3 ട്രില്യനായി മാറുകയാണ്. ഈ പറയുന്ന ഇതിൻ്റെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഉൽപ്പാദനവും അതിൻ്റെ ഒരു വ്യാപാരം എന്ന് പറയുന്നത്. അതിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ഇന്ത്യ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കണം. ഇപ്പോൾ തൈവാനാണ് 60% ഇതിൻ്റെ ഈ സെമി കണ്ടക്ടർ അതിൻ്റെ ബഹിരാകാശത്തൊക്കെ സഹായിക്കുന്ന സെമി കണ്ടക്ടറുകളുടെയൊക്കെ നിർമ്മാണത്തിൽ തൈവാനാണ് മുമ്പിൽ നിൽക്കുന്നത്. നമ്മളിപ്പം 1.5 ലക്ഷം കോടിയുടെ 10 പ്ലാന്റുകളാണ് ഇന്ത്യയിൽ രൂപപ്പെടുത്താൻ പോകുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന കുതിപ്പെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമ്മുടെ GDP എന്ന് പറയുന്നതാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ ജൂൺ പാദത്തിൽ 7.8% വളർച്ച നമ്മൾ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പീരീഡിനകത്തെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു ബഹിരാകാശ രംഗത്തേക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ഇന്ത്യ നേടിയെടുക്കാൻ പോകുന്ന നേട്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് ഇന്ത്യ പോകുന്നത്. 2023 നമ്മൾ ഈ ആദ്യത്തെ സെമി കണ്ടക്ടർ പ്ലാന്റിന് ചണ്ഡീഗറിൽ ISRO അനുമതി നൽകുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത്. അത് സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നൽകിക്കൊണ്ട് നിർവഹിച്ചത്. അപ്പോൾ ലോകത്ത് ഇതിൻ്റെ ഈ വ്യാപാരത്തിൻ്റെ വലിയൊരു പങ്ക് ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയിൽ റഷ്യ
വില കുറച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് റഷ്യയുമായിട്ടുള്ള വ്യാപാരം നിർത്തണമെന്നാണ് ട്രംപ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു യുക്തിയുമില്ലാത്ത വിധത്തിലുള്ള റഷ്യയിൽ നിന്ന് അടക്കം അമേരിക്ക ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചൈനയിൽ നിന്ന് അടക്കം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈന സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ എന്താ പറയുന്നത് ഇറക്കുമതി നിർത്തിയപ്പോൾ തന്നെ അമേരിക്കയിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെയാണ് അമേരിക്കൻ ജനത ഇതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. പല സാധനങ്ങളുടെയും വില കൂടുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആപ്പിൾ അടക്കമുള്ള ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് പിന്നെ ഇന്ത്യയിലാണെന്നതിന് നിർമ്മാണം നടത്തിയിട്ട് അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. കാരണം അവിടെ നിർമ്മിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരുപാട് വൻ ചിലവാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും അത് അമേരിക്കൻ ബിസിനസ്സിനെയാണ് സഹായിക്കുന്നത്. അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ ആപ്പിൾ അത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലാണ്. അത് ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ നിർമ്മാണം മാറ്റിക്കൊണ്ടു പോയാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന അതിഭീമമായ നഷ്ടമായിരിക്കും. ഈ ഇത്ര ചീപ്പായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് ആപ്പിൾ മാത്രമല്ല, പല ഒരുപാട് കാര്യങ്ങളുടെയും അങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വസ്തുതകളായി നമ്മുടെ മുമ്പിലിരിക്കെ, നമ്മൾ സ്വയം പര്യാപ്തമായിക്കൊണ്ടിരിക്കെ, പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തൻ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ജപ്പാനായാലും ബ്രസീലായാലും ആസ്ട്രേലിയ ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ ഒരു വ്യാപാര ക്രമത്തിൽ പോലും ഇന്ത്യക്ക് നിർണായകമായ റോളാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മുമ്പോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു ഭീഷണി നമ്മൾ ഇനിയും സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പാക് ട്രഷറി സ്കോട്ട് ബെസന്റ് എന്ന് പറയുന്ന അവിടുത്തെ ട്രഷറി ചീഫ് അല്ലേ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യങ്ങൾ നമ്മളാണ്. അതിനകത്തൊക്കെ ഒത്തിരി അബദ്ധങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കേണ്ടത് നമ്മൾ ഇന്ത്യയും അമേരിക്കയും ആണെന്ന നിലയിലേക്ക് പറയാൻ താണു വന്നിരിക്കുന്നു എന്നതാണ് സത്യം. ഒരു വശത്തൂടെ ഈ ട്രംപ് ഇങ്ങനെ സംസാരിച്ച് നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്തുകൂടെ നമ്മളെ അല്പം ഒന്ന് തണുപ്പിക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരായ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഇന്ത്യയും ചൈനയും ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ എത്തിക്കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു വസ്തുത. അതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയല്ല. ഈ രാജ്യങ്ങളിലുള്ള വിപണി എന്ന് പറയുന്നത് ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് വേണ്ടെന്ന് വെക്കാൻ അമേരിക്ക കഴിയുകയില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇവിടുന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന സാധനങ്ങൾക്ക് ഇനി അതവിടെ ജനരോഷം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ മേഖലയിലും അതിൻ്റെ ജനരോഷം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന കള്ളത്തരങ്ങൾ, നമ്മൾ പറയുന്ന അബദ്ധങ്ങൾ, ഇത് ഓരോന്നായിട്ട് ഈ ട്രംപ് ഭരണകൂടത്തെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത്. പുതുതായി രൂപപ്പെട്ടിരിക്കുന്ന ലോക ക്രമം എന്ന് പറയുന്നത്. അത് കൂടാതെ ഇപ്പോൾ ചൈന തങ്ങളുടെ ഈ സൈനിക പരേഡിലൂടെയൊക്കെ അമേരിക്കയ്ക്കെതിരെ തങ്ങളുടെ ആ സൈനിക ശക്തിയൊക്കെ വിളംബരം ചെയ്യുമ്പോൾ അതും അമേരിക്കയെ ചകിതമാക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ഈ പുതിയ അവരുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സൈനിക പരേഡിൽ 26 രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഇതൊക്കെ അമേരിക്കയെ ഭയപ്പെടുന്നുണ്ടെന്ന് വേണം കരുതാൻ. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ചെയ്യാൻ ഓരോ മേഖലയിലും നമ്മൾ പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സഖ്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ രംഗത്താണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തന്ത്രമാണ് വിജയിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ അടിയേക്കാൾ നമ്മുടെ തിരിച്ചടിയാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ട്രംപിൽ നിന്ന് ഇനിയും നമുക്ക് കൂടുതൽ കള്ളങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.